നമസ്കാരം, ഞാൻ ഉന്മേഷ്. വിരാമൻ വാർത്താമഴയിലേക്ക് വിശദമായി. മാസപ്പടി കേസിൽ വിപുലമായ അന്വേഷണത്തിന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണയ്ക്ക് പുറമെ കേസിൽ ആരോപണ വിധേയരായ രാഷ്ട്രീയ നേതാക്കളുടെ ഇടപാടുകളും പരിശോധിക്കും. CMRL ഡയറിയിൽ പേര് പരാമർശിക്കപ്പെടുന്നവരുടെ ഇടപാടുകളാണ് പരിശോധിക്കുക. മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയൻ ഉൾപ്പെടെ CMRL മാസപ്പടി കേസിൽ SFIO പ്രതി ചേർത്തവരിൽ മാത്രം ഒതുങ്ങില്ല ED അന്വേഷണം എന്നാണ് പുറത്തുവരുന്ന വിവരം. വീണ വിജയന് പുറമെ കേസിൽ ആരോപണ വിധേയരായ രാഷ്ട്രീയ നേതാക്കളുടെ ഇടപാടുകളും പരിശോധിക്കും. CMRL മാസപ്പടി ഡയറിയിൽ പേര് പരാമർശിക്കപ്പെട്ടവരുടെ ഇടപാടുകളാകും പരിശോധിക്കുക. രാഷ്ട്രീയ നേതാക്കൾക്ക് ലഭിച്ച പണം കുറ്റകൃത്യത്തിലൂടെ ലഭിച്ചതിന്റെ പങ്ക് ആയാൽ അന്വേഷണ പരിധിയിൽ വരുമെന്നാണ് ED അവകാശവാദം. ED ഡെപ്യൂട്ടി ഡയറക്ടർ സിനി IRSന്റെ നേതൃത്വത്തിലുള്ള യൂണിറ്റ് 4-നാണ് കേസിന്റെ അന്വേഷണ ചുമതല. ഇതിനിടെ SFIO കേസിൽ മുഖ്യമന്ത്രി ക്ഷുഭിതനായിട്ട് കാര്യമില്ലെന്നും വിഷയം രാഷ്ട്രീയ പ്രേരിതമല്ലെന്നും പ്രതിപക്ഷ നേതാവ് VD സതീശൻ പ്രതികരിച്ചു. മുഖ്യമന്ത്രി ക്ഷുഭിതനാകേണ്ട ഒരു ആവശ്യം ഇക്കാര്യത്തിലില്ല. പ്രതിപക്ഷത്തിന് നേരെയും മാധ്യമങ്ങൾക്ക് നേരെയും ക്ഷുഭിതനാകേണ്ട ഒരു കാര്യമില്ല. കുറച്ചുകൂടി അദ്ദേഹം അതിനെ ഗൗരവത്തോടു കൂടി ഈ കേസിൻ്റെ ഗൗരവം കണ്ടുകൊണ്ടാണ് നോക്കിക്കാണുന്നത്. അതിനെ നിയമപരമായിട്ട് അദ്ദേഹം നേരിട്ടോട്ടെ, അതിൽ നിന്ന് ഞങ്ങൾക്ക് യാതൊരു വിരോധമില്ല. അതേസമയം SFIO കേസിൽ എറണാകുളം ജില്ലാ സെഷൻസ് കോടതിയിൽ കേസ് സംബന്ധമായ തുടർ നടപടികൾക്ക് അടുത്തയാഴ്ചയോടെ തുടക്കമാകും. ഡൽഹി ഹൈക്കോടതി തുടർ നടപടികൾക്ക് സ്റ്റേ അനുവദിക്കാത്തതിനാൽ SFIOയ്ക്ക് മുന്നിൽ മറ്റ് നിയമ തടസ്സങ്ങൾ ഒന്നും തന്നെയില്ല. എസ് ശ്രീകാന്ത്, 24, തിരുവനന്തപുരം. കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിലെ പോലീസ് അന്വേഷണം വൈകുന്നതിൽ രൂക്ഷ വിമർശനവുമായി ഹൈക്കോടതി. രേഖകളെല്ലാം ED കൊണ്ടുപോയെന്നാണ് സംസ്ഥാന സർക്കാരിന്റെ മറുപടി. ഇതിനിടെ മുൻ മന്ത്രി AC മൊയ്തീൻ, CPIM മുൻ ജില്ലാ സെക്രട്ടറി MM വർഗീസ് എന്നിവർ ഉൾപ്പെടെ 20 പേരെ പ്രതി ചേർക്കാൻ EDക്ക് അനുമതി ലഭിച്ചു. കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിൽ പോലീസ് അന്വേഷണം ഇഴഞ്ഞു നീങ്ങുന്നതാണ് ഹൈക്കോടതിയെ ചൊടിപ്പിച്ചത്. 4 വർഷമായിട്ടും അന്വേഷണ പുരോഗതി ഉണ്ടാകാത്തത് എന്തുകൊണ്ടാണെന്നും ആളുകളെ കൊള്ളയടിച്ച സംഭവമല്ലേ എന്നും കോടതി ചോദിച്ചു. ED വളരെ കൃത്യമായി അന്വേഷണം നടത്തുന്നുണ്ട്. ഇങ്ങനെ പോയാൽ കേസ് CBIക്ക് കൈമാറേണ്ടി വരുമെന്ന് കോടതി മുന്നറിയിപ്പ് നൽകി. എന്നാൽ കള്ളപ്പണക്കേസ് അന്വേഷിക്കുന്ന എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് രേഖകൾ എടുത്തുകൊണ്ടു പോയതിനാലാണ് തങ്ങളുടെ അന്വേഷണത്തിന് തടസ്സമുണ്ടായതെന്ന് സംസ്ഥാന സർക്കാർ മറുപടി നൽകി. ഇപ്പോഴത്തെ നിലയിൽ അന്വേഷണം പൂർത്തിയാക്കാൻ 3 മാസത്തെ സമയം കൂടി വേണ്ടിവരുമെന്ന് സർക്കാർ അറിയിച്ചെങ്കിലും വാദം കോടതി അംഗീകരിച്ചില്ല. അന്വേഷണം CBI ഏറ്റെടുക്കണമെന്ന ഹർജിയിൽ നാളെ ഹാജരായി മറുപടി നൽകാൻ സിംഗിൾ ബെഞ്ച് CBI അഭിഭാഷകനോട് നിർദ്ദേശിച്ചു. ഇതിനിടെ മുൻ മന്ത്രി AC മൊയ്തീൻ, CPIM മുൻ തൃശൂർ ജില്ലാ സെക്രട്ടറി MM വർഗീസ് എന്നിവരടക്കം 20 പേരെ പ്രതി ചേർക്കാൻ EDക്ക് അനുമതി ലഭിച്ചു. ക്രമക്കേടിലൂടെ ലോൺ തരപ്പെടുത്തിയവരടക്കം 80-ലേറെ പേർ കേസിലെ പ്രതികളാകും. എസ് ശ്രീകാന്ത്, 24, തിരുവനന്തപുരം. ഫാഷൻ ഗോൾഡ് സാമ്പത്തിക തട്ടിപ്പ് കേസിൽ മുൻ MLA മുസ്ലിം ലീഗ് നേതാവുമായ MC ഖമറുദ്ദീനും മാനേജിംഗ് ഡയറക്ടർ TK പൂക്കോയ തങ്ങളും ED കസ്റ്റഡിയിൽ. EDയുടെ ആവശ്യപ്രകാരം 2 ദിവസത്തെ കസ്റ്റഡി അനുവദിച്ചു. വിവരശേഖരണത്തിനും ചോദ്യം ചെയ്യലിനുമായിട്ടാണ് നടപടി. മുണ്ടക്കൈ ചുരൽമല ദുരന്ത ബാധിതരുടെ വായ്പകൾ എഴുതിത്തള്ളണമെന്ന് ആവർത്തിച്ച് ഹൈക്കോടതി. ആവശ്യം ആദ്യം എതിർത്ത കേന്ദ്ര സർക്കാർ ഹൈക്കോടതി ഉത്തരവിടുകയാണെങ്കിൽ ഇക്കാര്യം പരിഗണിക്കാമെന്ന് മറുപടി നൽകി. വായ്പ എഴുതിത്തള്ളലുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിക്കും. റിസർവ് ബാങ്കിന്റെ മാർഗനിർദ്ദേശങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് വായ്പ എഴുതിത്തള്ളൽ ആവശ്യത്തെ കേന്ദ്ര സർക്കാർ പ്രതിരോധിച്ചത്. മറ്റ് നിക്ഷേപകരുടെ പണം സ്വീകരിച്ചാണ് ബാങ്കുകൾ വായ്പ നൽകുന്നത്. ദുരന്തബാധിതരുടെ വായ്പ എഴുതിത്തള്ളണമെന്ന് ബാങ്കുകളെ നിർബന്ധിക്കാനാകില്ല. വായ്പ എഴുതിത്തള്ളുന്നത് ബാങ്കുകളുടെ വിവേചനാധികാരമാണ്. സുപ്രീം കോടതിയുടെ ഉത്തരവിലും ഇക്കാര്യം വ്യക്തമാക്കിയിട്ടുണ്ടെന്നും കേന്ദ്രം കോടതിയെ അറിയിച്ചു. എന്നാൽ വയനാട്ടിലെ ദുരന്ത സാഹചര്യം വ്യത്യസ്തമാണെന്ന് ചൂണ്ടിക്കാട്ടിയ ഹൈക്കോടതി ജനങ്ങളുടെ ജീവിത സാഹചര്യം നഷ്ടപ്പെട്ട ദുരന്തമാണ് വയനാട്ടിലേതെന്ന് ഓർമ്മപ്പെടുത്തി. വായ്പ എഴുതിത്തള്ളാൻ കേരള ബാങ്ക് തീരുമാനമെടുത്തിട്ടുണ്ട്. സമാന തീരുമാനമെടുക്കാൻ ഇടക്കാല ഉത്തരവിലൂടെ കേന്ദ്രത്തോട് നിർദ്ദേശിക്കുമെന്നും ഹൈക്കോടതി വ്യക്തമാക്കി. ഇതിനിടെ ബാങ്ക് വായ്പ എഴുതിത്തള്ളേണ്ടെന്ന തീരുമാനം മുഖ്യമന്ത്രി പങ്കെടുത്ത SLBC യോഗത്തിന്റെ ശുപാർശ അനുസരിച്ചാണെന്ന കേന്ദ്ര സർക്കാർ വാദത്തിനെതിരെ സംസ്ഥാനം രംഗത്തെത്തി. ബാങ്ക് വായ്പ എഴുതിത്തള്ളണമെന്നാണ്
SLBC യോഗത്തിന്റെ ശുപാർശയെന്ന് സംസ്ഥാനം ചൂണ്ടിക്കാട്ടി. വായ്പ എഴുതിത്തള്ളണമെന്ന് മുഖ്യമന്ത്രിയും ഉന്നത ഉദ്യോഗസ്ഥരും SLBC യോഗത്തിൽ ആവശ്യപ്പെട്ടു. മുഖ്യമന്ത്രി പങ്കെടുത്ത 2 SLBC യോഗത്തിന്റെയും രേഖകൾ സർക്കാർ ഹൈക്കോടതിയിൽ ഹാജരാക്കി. എസ് ശ്രീകാന്ത്, 24, തിരുവനന്തപുരം. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് 2228 കോടി രൂപ അനുവദിച്ചു എന്നുള്ള കാര്യം ധനവകുപ്പ് ഇപ്പോൾ അറിയിക്കുന്നുണ്ട്. വികസന ഫണ്ടിൽ ഗ്രാമപഞ്ചായത്തുകൾക്ക് മാത്രമായി 1132.79 കോടി രൂപയായിരിക്കും ഇതുവഴി ലഭിക്കുക. മുംബൈ ഭീകരാക്രമണ ഗൂഢാലോചന കേസിലെ മുഖ്യപ്രതി തഹാവൂർ റാണയെ അല്പസമയത്തിനകം ഇന്ത്യയിലെത്തിക്കും. അമേരിക്കയിൽ നിന്ന് പ്രത്യേക വിമാനത്തിലാണ് റാണയെ കൊണ്ടുവരുന്നത്. റാണയെ NIA സംഘം കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യും. കേസിൽ ആഭ്യന്തര മന്ത്രാലയം അഡ്വക്കേറ്റ് നരേന്ദ്രമാനെ പ്രത്യേക പബ്ലിക് പ്രോസിക്യൂട്ടറായി നിയമിച്ചു. US നിന്നും ബുധനാഴ്ച വൈകിട്ട് 7:10 പ്രത്യേക വിമാനത്തിലാണ് തഹാവൂർ റാണയെ കൊണ്ട് അന്വേഷണ സംഘം പുറപ്പെട്ടത്. NIAയുടെയും റോയുടെയും ഉദ്യോഗസ്ഥർ ഉൾപ്പെട്ട 6 അംഗ സംഘമാണ് റാണയെ കൊണ്ടുവരാൻ US എത്തിയത്. ഡൽഹിയിൽ ഇറങ്ങിയാൽ ഉടൻ തന്നെ NIA റാണയുടെ അറസ്റ്റ് രേഖപ്പെടുത്തും. വിമാനത്താവളത്തിൽ നിന്നും നേരെ NIA ആസ്ഥാനത്ത് എത്തിച്ച ശേഷമാകും റാണയെ ഡൽഹി പട്യാല ഹൌസ് പ്രത്യേക NIA കോടതിയിൽ ഹാജരാക്കുക. തിഹാർ ജയിലിൽ റാണയെ പാർപ്പിക്കാൻ പ്രത്യേക സെൽ തയ്യാറാക്കിയിട്ടുണ്ട്. CCTV ക്യാമറ നിരീക്ഷണമടക്കമുള്ള കനത്ത സുരക്ഷാ ക്രമീകരണങ്ങൾ സെല്ലിൽ ഒരുക്കിയിട്ടുണ്ട്. റാണയെ കസ്റ്റഡിയിൽ വേണമെന്ന് NIA ആവശ്യപ്പെടും. ചോദ്യം ചെയ്യലിൽ മുംബൈ ഭീകരാക്രമണ കേസിൽ മറ്റു പ്രതികളുടെ പങ്കിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ ലഭിക്കുമെന്നാണ് ഏജൻസികളുടെ കണക്കുകൂട്ടൽ. കൈമാറുന്നത് സ്റ്റേ ചെയ്യണമെന്നാവശ്യപ്പെട്ട് നൽകിയ അപ്പീൽ US സുപ്രീം കോടതി തള്ളിയതിന് പിന്നാലെയാണ് റാണയെ ഇന്ത്യക്ക് കൈമാറിയത്. 166 പേരുടെ മരണത്തിനിടയാക്കിയ മുംബൈ ഭീകരാക്രമണത്തിൽ പ്രധാന പ്രതിയാണ് പാക് വംശജനായ കനേഡിയൻ പൗരൻ തഹാവൂർ റാണ. കേസിലെ മുഖ്യപ്രതിയായ ഭീകരൻ ഡേവിഡ് കോൾമാൻ ഹെയ്ഡ്ലി ഭീകരാക്രമണത്തിനുള്ള ലോജിസ്റ്റിക്കൽ സാമ്പത്തിക സഹായങ്ങൾ റാണ നൽകിയതായി മൊഴി നൽകിയിട്ടുണ്ട്. അതേസമയം മുംബൈ ഭീകരാക്രമണ കേസിൽ നരേന്ദ്രമാനെ പ്രത്യേക പബ്ലിക് പ്രോസിക്യൂട്ടറായി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം നിയമിച്ചു. 24 ഡൽഹി. ഡൽഹിയിലെ NIA ആസ്ഥാനത്ത് നിന്ന് തത്സമയം വിവരങ്ങളുമായി ഇപ്പോൾ വിനീത VG ചേരുന്നുണ്ട്. വിനീത, എന്തൊക്കെ ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്? ഇന്നത്തെ നടപടിക്രമങ്ങൾ എങ്ങനെയായിരിക്കും വിനീത? ഉന്മേഷ്, ഞാനിപ്പോൾ നിൽക്കുന്നത് ഡൽഹിയിലെ NIA ആസ്ഥാനത്തിന് മുൻപിലാണ്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ കാണാൻ കഴിയുന്നുണ്ട്. വലിയ സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. ബാരിക്കേഡുകൾ ഉപയോഗിച്ചുകൊണ്ട് റോഡിന്റെ മറുവശങ്ങൾ ഇങ്ങനെ അടച്ചിരിക്കുകയാണ്. വലിയ സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഒപ്പം തന്നെ മറ്റ് വാഹനങ്ങൾക്ക് ഇതുവഴി പ്രവേശനം അനുവദനീയമല്ല എന്ന് അറിയിച്ചിട്ടുണ്ട്. പോലീസിന് പുറമെ മറ്റ് സുരക്ഷാ സേനകളടക്കം ഇവിടേക്ക് എത്തിച്ചിട്ടുണ്ട്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്ന പോലെ തന്നെ പഴുതടച്ചുകൊണ്ടുള്ള ഒരു സുരക്ഷാ ക്രമീകരണം തന്നെയാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. മറുവശത്ത് നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്ന പോലെ തന്നെ ഈ റോഡിന്റെ മറുവശത്തും സമാന രീതിയിൽ ബാരിക്കേഡ് കൊണ്ട് അടച്ചിരിക്കുകയാണ്. അവിടെ കൂടുതൽ സുരക്ഷാ സേനയെ വിന്യസിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ അതുവഴിയാകും റാണയെ കൊണ്ടുവരുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആ ഭാഗത്തേക്ക് പ്രവേശനം അനുവദിക്കില്ല എന്നാണ് ഉദ്യോഗസ്ഥരടക്കം പറഞ്ഞിട്ടുള്ളത്. അല്പസമയത്തിനകം തന്നെ തഹാവൂർ റാണയെ, ഞാനിപ്പോൾ നിൽക്കുന്ന ഈ NIA ആസ്ഥാനത്തേക്ക് എത്തിക്കും. ആദ്യഘട്ടത്തിൽ പാലം വിമാനത്താവളത്തിലേക്കായിരിക്കും ഇറങ്ങുക. പ്രത്യേകമായിട്ടുള്ള സജ്ജീകരിച്ചിട്ടുള്ള വിമാനത്തിലായിരിക്കും പാലം വിമാനത്താവളത്തിലേക്ക് ഇറങ്ങുക. വലിയ സുരക്ഷാ ക്രമീകരണങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെയാണ് ഈ പാലം വിമാനത്താവളത്തിലേക്ക് എത്തിക്കുക. അവിടെ നിന്ന് നേരെ ഈ NIA ആസ്ഥാനത്ത്, ഞാൻ നിൽക്കുന്ന NIA ആസ്ഥാനത്തേക്ക് എത്തിക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. പിന്നീടായിരിക്കും കോടതിയിൽ ഹാജരാക്കുന്നത്. മറ്റ് നടപടിക്രമങ്ങളിലേക്ക് കടക്കുക. NIA കസ്റ്റഡിയിലേക്ക് ആവശ്യപ്പെടും. ശേഷം വളരെ വിശദമായിട്ടുള്ള ചോദ്യം ചെയ്യൽ, അത്തരത്തിലേക്കുള്ള നടപടിക്രമങ്ങളിലേക്കൊക്കെ തന്നെ കടക്കും. മുംബൈ ഭീകരാക്രമണത്തിൽ ഇന്ത്യ തേടിയിരുന്ന വലിയ കുറ്റവാളി തന്നെയാണ് തഹാവൂർ റാണ. ഏതാണ്ട് 166 പേരുടെ മരണത്തിനിടയാക്കിയ ഈ മുംബൈ ഭീകരാക്രമണ കേസുമായി ബന്ധപ്പെട്ട് തഹാവൂർ റാണയെ ഇന്ത്യക്ക് വിട്ടുതരണമെന്ന് നിരന്തരമായി ഇന്ത്യ ആവശ്യപ്പെട്ടുകൊണ്ടിരുന്നു. പിന്നാലെയാണ് തഹാവൂർ റാണ കോടതിയെ സമീപിച്ചിരുന്നു, ഹർജി നൽകിയിരുന്നു. ആ ഹർജി തള്ളിയതിന് പിന്നാലെയാണ് മറ്റ് നടപടിക്രമങ്ങൾ. ഇപ്പോൾ നമുക്ക് അറിയാൻ കഴിയുന്നത് ഈ NIA അടക്കമുള്ള ഉദ്യോഗസ്ഥരുടെ സംഘം കഴിഞ്ഞ ദിവസം തന്നെ US എത്തിയിട്ടുണ്ടായിരുന്നു. ഈ ഉദ്യോഗസ്ഥരുടെ സംഘത്തിനൊപ്പം തന്നെയാണ് തഹാവൂർ റാണയും ഇന്ത്യയിലേക്ക് എത്തുന്നത്. ഇതിനുള്ള മറ്റ് ക്രമീകരണങ്ങളൊക്കെ തന്നെ വളരെ വേഗം ദ്രുതഗതിയിൽ തന്നെ പൂർത്തിയാക്കിയിട്ടുണ്ടായിരുന്നു. പഴുതടച്ച സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഈ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നത് പോലെ തന്നെ എല്ലാ വശവും ബാരിക്കേഡുകൾ ഉപയോഗിച്ച് അവിടെയൊക്കെ ഇങ്ങനെ അടച്ചിട്ടുണ്ട്. മറുവശത്തേക്കൊന്നും തന്നെ വാഹനങ്ങൾ വിടുന്നില്ല. ഓരോ ബ്ലോക്കിലും പ്രത്യേകമായിട്ടുള്ള സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. പ്രത്യേകമായിട്ടുള്ള ബുള്ളറ്റ് പ്രൂഫ് വാഹനത്തിലേക്കായിരിക്കും തഹാവൂർ റാണയെ ഈ NIA ആസ്ഥാനത്തേക്ക് എത്തിക്കുന്നത്. ഇതിനു വേണ്ടിയിട്ടുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായിട്ടുണ്ട്. ഉദ്യോഗസ്ഥരടക്കം NIA ഓഫീസിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്ന പോലെ തന്നെ പഴുതടച്ച സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുകയാണ്. പാലം വിമാനത്താവളത്തിൽ അല്പസമയത്തിനകം തന്നെ തഹാവൂർ റാണ എത്തും. ശേഷം അവിടെ നിന്ന് നേരെ ഞാനിപ്പോൾ നിൽക്കുന്ന ഈ NIA ആസ്ഥാനത്തേക്ക് എത്തിക്കും. വളരെ വിശദമായ ചോദ്യം ചെയ്യലായിരിക്കും ആദ്യഘട്ടത്തിൽ NIA നടത്തുക. ഒപ്പം തന്നെ
ഡൽഹിയിലെ ജയിലിലും ഒപ്പം തിഹാർ ജയിലിലും മുംബൈയിലെ ജയിലിലും സുരക്ഷാ ക്രമീകരണങ്ങൾ അടക്കം സജ്ജമാക്കാൻ ഉദ്യോഗസ്ഥർ നേരത്തെ തന്നെ നിർദ്ദേശവും നൽകിയിട്ടുണ്ടായിരുന്നു. അതനുസരിച്ചുള്ള ക്രമീകരണങ്ങളെല്ലാം ഒരുക്കിയിട്ടുണ്ട്. വലിയ പഴുതടച്ച സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഞാനിപ്പോൾ നിൽക്കുന്ന ഈ NIA ആസ്ഥാനത്തിന് മുൻപിലടക്കം ഒരുക്കിയിരിക്കുന്നത്. ഉന്മേഷ്. വിനീത വിജിയാണ് ഡൽഹിയിലെ NIA ആസ്ഥാനത്തിന് മുൻപിൽ നിന്ന് തത്സമയം ചേർന്ന വിവരങ്ങൾ നൽകിയത്. ഇരിങ്ങാലക്കുട കൂടൽമാണിക്യം ക്ഷേത്രത്തിൽ കഴകൻ ജീവനക്കാരനായി KS അനുരാഗിന് അഡ്വൈസ് മെമ്മോ നൽകി ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ്. ജാതി വിവേചനത്തെ തുടർന്ന് BA ബാലു രാജിവെച്ച ഒഴിവിലാണ് നിയമനം. ജോലിയിൽ പ്രവേശിക്കുമെന്നും ആശങ്കയില്ല എന്നും KS അനുരാഗ് പ്രതികരിച്ചു. ജാതി വിവേചനത്തെ തുടർന്ന് BA ബാലു രാജിവെച്ച ഒഴിവിലേക്കാണ് പുതിയ നിയമനം. ചട്ടപ്രകാരം ഈഴവ സമുദായത്തിൽപ്പെട്ടയാൾക്കാണ് അടുത്ത ഊഴം. ചേർത്തല സ്വദേശി KS അനുരാഗിന് ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ് അഡ്വൈസ് മെമ്മോ അയച്ചു. അതൊരു പശ്ചാത്തലമല്ല ഇന്ന് എന്നാണ് മനസ്സിലാക്കുന്നത്. ഇനി അത്തരം ഒരു നടപടി ഉണ്ടാകാൻ വഴിയില്ല. സ്വാഭാവികമായിട്ടും ഈ കാൻഡിഡേറ്റ് തന്നെ അവിടെ കഴകപ്രവൃത്തി ചെയ്യേണ്ടതായിട്ടുണ്ട്. നിയമനത്തെ എതിർക്കാനാണ് സമസ്ത കേരള വാര്യർ സമാജത്തിന്റെ തീരുമാനം. വാര്യർ സമുദായ അംഗത്തിൽപ്പെട്ടവർ കഴകപ്രവൃത്തി ചെയ്യാനായിട്ട് എത്രയും കാലം ഉണ്ടോ അവരോടൊപ്പം നിൽക്കുകയും അവർക്ക് അത് നിലനിർത്തി കൊണ്ടുപോകുന്നതിന് വേണ്ടിയുള്ള നിയമപരമായ എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോകാനാണ് ഉദ്ദേശിക്കുന്നത്. KS അനുരാഗിന് ഉടൻ നിയമന ഉത്തരവ് നൽകുമെന്ന കൂടൽമാണിക്യം ദേവസ്വം മാനേജ്മെന്റ് കമ്മിറ്റി. നിയമനത്തിൽ എതിർപ്പുള്ളതായി തന്ത്രിമാർ അറിയിച്ചിട്ടില്ലെന്നും ക്ഷേത്രം അഡ്മിനിസ്ട്രേറ്റർ CK ഗോപി. ഇതുവരെ അങ്ങനെ തന്ത്രിമാർ രേഖാമൂലം ദേവസ്വം മാനേജ്മെൻറ്റ് കമ്മിറ്റിക്ക് അപേക്ഷകളോ പരാതികളോ ഇപ്പോൾ തന്നിട്ടില്ല. അങ്ങനെ ഉണ്ടായി കഴിഞ്ഞാൽ അവർക്ക് പ്രതിഷേധം ഉണ്ടെന്ന് പറഞ്ഞിട്ട് ആവശ്യപ്പെട്ടാൽ അവരെ വിളിച്ച് സംസാരിച്ച് രമ്യമായിട്ട് കാര്യങ്ങൾ പരിഹരിക്കാൻ വേണ്ടി ശ്രമിക്കും. അതുമാത്രമല്ല സർക്കാരിൻ്റെ ഉത്തരവുകൾ നടപ്പിലാക്കും. ജോലിയിൽ പ്രവേശിക്കുമെന്നും ആശങ്കയില്ലെന്നും KS അനുരാഗ് 24നോട്. എന്തായാലും ജോലി ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോയിന്റ്മെന്റ് വന്നു കഴിഞ്ഞാൽ ചെയ്യാനാണ് തീരുമാനം. നന്നായിട്ട് പോകുമെന്ന് വിചാരിക്കുന്നു. നെഗറ്റീവായിട്ടൊന്നും ചിന്തിക്കുന്നില്ല. മെയ് 8 ക്ഷേത്ര ഉത്സവം ആരംഭിക്കുന്നതിന് മുൻപ് കഴക നിയമനം പൂർത്തിയാക്കാനാണ് കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ തീരുമാനം. 24 തൃശൂർ. ഇപ്പോൾ ഒരു വാർത്ത വരുന്നുണ്ട്. മുണ്ടക്കൈ ചുള്ളമല പുനരധിവാസവുമായി ബന്ധപ്പെട്ട എൽസ്റ്റൺ എസ്റ്റേറ്റ് ഏറ്റെടുത്തിരുന്നു. എൽസ്റ്റൺ എസ്റ്റേറ്റിന്റെ ഹർജിയിൽ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ വിധി നാളെ. പുനരധിവാസ ഭൂമിക്ക് 549 കോടി രൂപ നഷ്ടപരിഹാരം വേണമെന്നാണ് എസ്റ്റേറ്റിന്റെ ആവശ്യം. സർക്കാർ നൽകിയത് 26 കോടി രൂപയാണ് നഷ്ടപരിഹാരമായി. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് 2228 കോടി രൂപ അനുവദിച്ച ധനവകുപ്പ്. വികസന ഫണ്ടിന്റെ ഒന്നാം ഗഡുവായി 2150.30 കോടി രൂപയും ഉപാധിരഹിത ഫണ്ടായി 78 കോടി രൂപയുമാണ് അനുവദിച്ചത്. ഏപ്രിലിൽ തന്നെ ഈ സാമ്പത്തിക വർഷത്തെ പദ്ധതി പ്രവർത്തനങ്ങളുടെ നിർവഹണത്തിലേക്ക് കടക്കാനാകുമെന്നാണ് ധനവകുപ്പ് കരുതുന്നത്. ഷഫീദ് റാവുത്തർ ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. ഷഫീദ്, വിവരങ്ങൾ എന്തൊക്കെയാണ്? ഉന്മേഷ, സംസ്ഥാനത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് കൂടുതൽ സഹായം നൽകുന്ന ഒരു തീരുമാനമാണ് ഇപ്പോൾ ധനവകുപ്പിന്റെ ഭാഗത്ത് നിന്നുണ്ടായിരിക്കുന്നത്. സംസ്ഥാനത്തെ ത്രിതല പഞ്ചായത്തുകൾക്കും നഗരസഭകൾക്കുമായി 2228.30 കോടി രൂപ അനുവദിച്ച് ധനവകുപ്പ് ഇപ്പോൾ ആ വിവരം പുറത്തറിയിച്ചിട്ടുണ്ട്. ഈ സാമ്പത്തിക വർഷത്തെ വികസന ഫണ്ടിന്റെ ഒന്നാം ഗഡു 2150.30 കോടിയും ഉപാധിരഹിത ഫണ്ടായി 78 കോടി രൂപയുമാണ് അനുവദിച്ചിട്ടുള്ളത്. വികസന ഫണ്ടിൽ ഗ്രാമപഞ്ചായത്തുകൾക്ക് 1132.79 കോടി രൂപ ലഭിക്കും. ജില്ലാ ബ്ലോക്ക് പഞ്ചായത്തുകൾക്ക് 275.91 കോടി വീതവും മുനിസിപ്പാലിറ്റികൾക്ക് 221.76 കോടിയും കോർപ്പറേഷനുകൾക്ക് 243.93 കോടിയും ലഭിക്കും. നഗരസഭകളിൽ മില്യൺ പ്ലസ് സിറ്റീസിൽ പെടാത്ത 86 മുനിസിപ്പാലിറ്റികൾക്കായി 77.92 കോടി രൂപയും കണ്ണൂർ കോർപ്പറേഷന് 8,46,500 കോടി രൂപയും ലഭിക്കും. മുനിസിപ്പാലിറ്റികൾക്ക് ആകെ 300 കോടി രൂപയാണ് ലഭിക്കുന്നത്. ഇതോടെ ഏപ്രിൽ തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഈ സാമ്പത്തിക വർഷത്തെ പദ്ധതി പ്രവർത്തനങ്ങളുടെ നിർവഹണത്തിലേക്ക് കടക്കാൻ കഴിയും എന്നുള്ളതാണ് നേട്ടം. ഷഫീദ് റാവുത്തറാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. സംസ്ഥാനത്ത് എക്സൈസിന്റെ പോലീസിന്റെ ലഹരിവേട്ട തുടരുകയാണ്. വിദ്യാഭ്യാസ കേന്ദ്രങ്ങൾ കേന്ദ്രീകരിച്ച് MDMA വിൽപ്പന നടത്തിയിരുന്ന സംഘത്തിലെ പ്രധാനിയായ ഉഗാണ്ട സ്വദേശിനിയെ ബംഗളൂരുവിൽ നിന്ന് കേരള പോലീസ് അറസ്റ്റ് ചെയ്തു. കഞ്ചാവും ഹെറോയിനുമായി കോഴിക്കോടും കൊല്ലത്തും ഇതര സംസ്ഥാന തൊഴിലാളികൾ പിടിയിലായി. മാനന്തവാടിയിൽ വിൽപ്പനയ്ക്കായി സൂക്ഷിച്ച 252 ലിറ്റർ മാഹി മദ്യം പിടികൂടി. ബംഗളൂരുവിൽ നിന്നാണ് അരീക്കോട് ഇൻസ്പെക്ടറുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം ഉഗാണ്ട സ്വദേശിനി നക്കുബുറെ ടിയോപിസ്റ്റയെ അറസ്റ്റ് ചെയ്തത്. മലപ്പുറത്തെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ച് MDMA വിൽപ്പന നടത്തുന്ന സംഘത്തിലെ പ്രധാനിയാണ് നാക്കുബുറെ എന്ന് പോലീസ് പറയുന്നു. വയനാട് മാനന്തവാടിയിൽ വിൽപ്പനയ്ക്കായി സൂക്ഷിച്ച 252 ലിറ്റർ മാഹി മദ്യവുമായി 2 പേർ പിടിയിലായി. കോഴിക്കോട് സ്വദേശി ജ്യോതിഷ് ബാബു, പുൽപ്പള്ളി പാക്കം സ്വദേശി VT അജിത്ത് എന്നിവരാണ് അറസ്റ്റിലായത്. ജ്യോതിഷിന്റെ വാടക വീട്ടിലെ അടുക്കളയിൽ നിന്നാണ് മദ്യം പിടികൂടിയത്. കോഴിക്കോട് കുരുവട്ടൂർ പുല്ലാളൂരിൽ ഹെറോയിനുമായി പശ്ചിമബംഗാൾ സ്വദേശി കൽസർ അലി അറസ്റ്റിലായി. 29 ഗ്രാം ഹെറോയിൻ ഇയാളിൽ നിന്ന് കണ്ടെത്തി. കൊല്ലം പള്ളിമുക്കിൽ നിന്ന് 1.5 കിലോ കഞ്ചാവും 3 ഗ്രാം ഹെറോയിനുമായി ഒരാൾ പിടിയിലായി.
പശ്ചിമബംഗാൾ സ്വദേശിയായ അൻവർ ഹുസൈനിൽ നിന്നാണ് ലഹരി വസ്തുക്കൾ പിടികൂടിയത്. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 കോഴിക്കോട്. ആലപ്പുഴ ഹൈബ്രിഡ് കഞ്ചാവ് കേസിൽ പിടിയിലായ സുൽത്താൻ അന്താരാഷ്ട്ര ലഹരി മാഫിയ സംഘത്തിലെ പ്രധാന കണ്ണി എന്ന എക്സൈസ്. മലേഷ്യ, സിംഗപ്പൂർ, തായ്ലൻഡ് എന്നീ രാജ്യങ്ങളിൽ നിന്ന് കഞ്ചാവ് ഇന്ത്യയിലേക്ക് എത്തിക്കുന്നതിൽ പ്രധാനിയാണ് ഇയാൾ. തമിഴ്നാട്ടിൽ നിന്നും പിടിയിലായ സുൽത്താനെ ആലപ്പുഴയിലെത്തിച്ച് ചോദ്യം ചെയ്യും. 2.5 കോടിയോളം വിലമതിക്കുന്ന ഹൈബ്രിഡ് കഞ്ചാവുമായാണ് തസ്ലീമ സുൽത്താനയും കൂട്ടാളി ഫിറോസും എക്സൈസ് പിടിയിലാകുന്നത്. കഞ്ചാവിന്റെ ഉറവിടത്തെപ്പറ്റി എക്സൈസിന് ഒരു തരത്തിലുള്ള വിവരങ്ങളും തസ്ലീമയും ഫിറോസും നൽകിയിരുന്നില്ല. തസ്ലീമയുടെ വാട്സാപ്പ് ചാറ്റുകൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് തമിഴ്നാട് ആന്ധ്ര അതിർത്തിയിലെ ഗ്രാമത്തിൽ നിന്നും സുൽത്താനെ പിടികൂടുന്നത്. നിരോധിത ലഹരി ഉൽപ്പന്നങ്ങൾ വിദേശ രാജ്യങ്ങളായ സിംഗപ്പൂർ, തായ്ലൻഡ്, മലേഷ്യ എന്നിവിടങ്ങളിൽ നിന്ന് ഇന്ത്യയിലേക്ക് എത്തിക്കുന്നതിൽ പ്രധാന കണ്ണിയാണ് സുൽത്താനെന്ന് എക്സൈസ് കണ്ടെത്തി. സുൽത്താന്റെ വിദേശ യാത്രയെക്കുറിച്ചുള്ള വിവരങ്ങൾ ശേഖരിക്കുകയാണ് എക്സൈസ്. മലേഷ്യ യാത്രയ്ക്ക് ശേഷം സുൽത്താൻ ഉപയോഗിച്ചത് പുതിയ പാസ്പോർട്ട്. ഇലക്ട്രോണിക് സ്ഥാപനത്തിലേക്ക് സാധനങ്ങൾ വാങ്ങാനെന്ന പേരിലാണ് വിദേശയാത്ര നടത്തിയതെന്നും എക്സൈസ് കണ്ടെത്തലിൽ വ്യക്തമാകുന്നു. ഒടുവിൽ മലേഷ്യയിൽ നിന്ന് 6.5 കിലോ ഹൈബ്രിഡ് കഞ്ചാവാണ് എത്തിച്ചത്. ആലപ്പുഴയിൽ നിന്നും തസ്ലീമെ പിടികൂടുമ്പോൾ 3 കിലോ കഞ്ചാവ് മാത്രമാണ് ഉണ്ടായത്. ബാക്കി 3.5 കിലോ കഞ്ചാവ് ആർക്ക് കൈമാറിയെന്നുള്ളതിലെ അന്വേഷണവും പുരോഗമിക്കുന്നു. സുൽത്താനെ ആലപ്പുഴയിലെ എക്സൈസ് ആസ്ഥാനത്തെത്തി ചോദ്യം ചെയ്യും. തസ്ലീമ വഴിയാണ് സുൽത്താൻ കേരളത്തിൽ കഞ്ചാവ് വിൽപ്പന നടത്തിയെന്നാണ് എക്സൈസിന്റെ പ്രാഥമിക കണ്ടെത്തൽ. മുഖ്യ കണ്ണിയെ ചോദ്യം ചെയ്യുന്നതിലൂടെ നിർണായക വിവരങ്ങൾ ലഭിക്കുമെന്നും അതുവഴി സിനിമാ മേഖലയിലേക്ക് അന്വേഷണം വ്യാപിപ്പിക്കണമോ എന്ന തീരുമാനമെടുക്കുമെന്നും എക്സൈസ് വ്യക്തമാക്കിയിട്ടുണ്ട്. 24 ആലപ്പുഴ. MDMA-യും കഞ്ചാവും എയർ പിസ്റ്റളുമായി ഇന്നലെ മൂവാറ്റുപുഴയിൽ നിന്ന് പിടിയിലായവർ സിനിമാ മേഖലയിൽ ഉള്ളവരെയും വിദ്യാർത്ഥികളെയും ലക്ഷ്യമിട്ട് ലഹരി വിൽപ്പന നടത്തുന്നവർ. 2ാം പ്രതി ഹരീഷ് അസിസ്റ്റന്റ് ഡയറക്ടറായി ജോലി ചെയ്തിരുന്നു. ലഹരി സംഘത്തിന്റെ പക്കൽ നിന്ന് പിടികൂടിയ എയർ പിസ്റ്റൾ ഫോറൻസിക് പരിശോധനയ്ക്ക് അയക്കുമെന്ന് എക്സൈസ് അറിയിച്ചു. ഹരീഷ്, സജിൻ, ഷാലിം 3 പേരെയാണ് മൂവാറ്റുപുഴ എക്സൈസ് ഇന്നലെ പിടികൂടിയത്. ഇവരുടെ പക്കൽ നിന്ന് MDMA, കഞ്ചാവ്, ഒരു എയർ പിസ്റ്റൾ എന്നിവ പിടിച്ചെടുത്തിരുന്നു. ഹരീഷ് സിനിമാ മേഖലയിലുള്ളവർക്ക് ലഹരി വിപണനം നടത്തുന്നയാളാണെന്ന് എക്സൈസ് കണ്ടെത്തിയിട്ടുണ്ട്. ഇയാളുടെ ബാങ്ക് ഇടപാടുകൾ പരിശോധിച്ചു വരികയാണ്. കേസിലെ 1ാം പ്രതി ഷാലിം 1 മാസം മുൻപ് MDMA-യുമായി പിടിയിലായിരുന്നു. ബംഗളൂരുവിൽ നിന്ന് MDMA എത്തിച്ച സിനിമാക്കാർക്കും വിദ്യാർത്ഥികൾക്കും വിൽക്കുന്നതാണ് ലഹരി സംഘത്തിന്റെ രീതി. ഇവരിൽ നിന്ന് പിടിച്ചെടുത്ത എയർ പിസ്റ്റലിന് രേഖകളില്ല. തോക്ക് ഉപയോഗിച്ചതായും സംശയമുണ്ട്. ഈ പശ്ചാത്തലത്തിലാണ് തോക്ക് ഫോറൻസിക് പരിശോധനയ്ക്ക് അയക്കാനുള്ള തീരുമാനം. പിടിയിലായ പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യും. കേസിൽ കൂടുതൽ കണ്ണികൾക്ക് ബന്ധമുള്ളതായാണ് സംശയം. വിഷ്ണു സുരേഷ്, 24 കൊച്ചി. സർക്കാരിന്റെ മദ്യനയത്തെ രൂക്ഷമായി വിമർശിച്ച് KCBC. മാരക ലഹരിമരുന്ന് മാത്രമാണ് വില്ലൻ എന്ന സമീപനത്തിലൂടെ മദ്യഷാപ്പുകളെ മാന്യവൽക്കരിക്കുന്ന നയമാണ് സർക്കാരിന്റേത് എന്നാണ് വിമർശനം. ലഹരിക്കെതിരെയുള്ള ചർച്ചകളിൽ നിന്ന് മാറ്റി നിർത്തുന്നുവെന്നും KCBCയുടെ പ്രസ്താവന. മാരക രാസലഹരി മരുന്നുകളുടെ മറവിൽ മദ്യശാലകൾക്ക് ഇളവുകൾ പ്രഖ്യാപിക്കുകയും മാന്യവൽക്കരിക്കുകയും ചെയ്യുന്ന സർക്കാർ നയത്തെ അംഗീകരിച്ചു കൊടുക്കാനാവില്ലെന്ന് KCBC. എരുതിയിൽ എണ്ണയൊഴിക്കുന്ന മദ്യനയമാണ് സംസ്ഥാന സർക്കാർ അംഗീകരിച്ചിരിക്കുന്നത്. ലഹരിയുടെ പട്ടികയിൽ നിന്നും മദ്യത്തെ ലളിതവൽക്കരിക്കുന്നത് നികുതി വരുമാനം ലക്ഷ്യം വെച്ചാണ്. ഡ്രൈ ഡേ പൂർണ്ണമായും പിൻവലിക്കുന്നതിനുള്ള ടെസ്റ്റ് ഡോസാണ് 3 സ്റ്റാറിന് മുകളിലുള്ള ബാറുകൾക്കുള്ള ഇളവുകളെന്നും ഒരു വശത്ത് ലഹരിക്കെതിരാണെന്ന് പ്രചരിപ്പിക്കുകയും മറുവശത്ത് മദ്യലഹരിയെ ഉദാരവൽക്കരിക്കുകയും ചെയ്യുന്ന സർക്കാർ നയം ഇരട്ടത്താപ്പാണെന്നും പ്രസ്താവനയിൽ പറയുന്നു. സർക്കാർ മദ്യനയത്തിനെതിരെ പ്രതിഷേധം തീർക്കാനാണ് KCBCയുടെ തീരുമാനം. കൂടാതെ ലഹരിക്കെതിരെയുള്ള സർക്കാരിന്റെ ചർച്ചകളിൽ നിന്നും KCBCയെ ഒഴിവാക്കുമെന്നും KCBC മദ്യലഹരി വിരുദ്ധ സമിതി പ്രസ്താവനയിൽ കുറ്റപ്പെടുത്തി. 24 കൊച്ചി. ഇപ്പോൾ നമ്മൾ പോകുന്നത് വയനാട്ടിലേക്കാണ്. വയനാട്ടിൽ തേനീച്ചയുടെ കുത്തേറ്റ ഒരാൾ മരിച്ചു. ആലത്തൂർ എസ്റ്റേറ്റിലെ തൊഴിലാളി മണ്ണുണ്ടി ഉന്നതിയിലെ വെള്ളുവാണ് മരിച്ചത്. ഇന്ന് 11:30-ക്കാണ് ഈ സംഭവം ഉണ്ടായത്. സുർജിത്ത് അയ്യപ്പത് ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. ഇപ്പോൾ വയനാട്ടിൽ നിന്ന് സുർജിത്ത്, വിവരങ്ങൾ എന്തൊക്കെയാണ്? ഉന്മേഷം, ഇന്ന് രാവിലെ 11:30യോടുകൂടിയാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായത്. ഈ സ്ഥലം എന്ന് പറയുന്നത് തിരുനെല്ലി പോലീസ് സ്റ്റേഷനൊക്കെ അടുത്തുള്ള, കാട്ടിക്കുളം പോലീസ് സ്റ്റേഷനൊക്കെ അടുത്തുള്ള ഒരു എസ്റ്റേറ്റാണ്. ഈ ആലത്തൂർ എസ്റ്റേറ്റ് എന്നാണ് എസ്റ്റേറ്റിന്റെ പേര്. അവിടെയുള്ള അടുത്തുള്ള മണ്ണുണ്ടി ഉന്നതിയിലെ വെള്ളു എന്ന 63-കാരനാണ് തേനീച്ചയുടെ ആക്രമണത്തിൽ മരിച്ചിരിക്കുന്നത്. രാവിലെ ചായയ്ക്ക് ശേഷം തിരിച്ച് തൊഴിലിടത്തിലേക്ക് പോവുകയായിരുന്നു. ഇതിൽ ഒപ്പം 4 പേർ കൂടി ഉണ്ടായിരുന്നു. ഇതിനിടയിൽ പരുന്ത് കുത്തിയിട്ടതിനെ തുടർന്ന് നേരെ വെള്ളുവിന്റെ ദേഹത്തേക്ക് തേനീച്ചകൾ പൊതിയുകയായിരുന്നു ഉണ്ടായിരുന്നത്. ഉടൻ തന്നെ ഒപ്പമുണ്ടായിരുന്ന ആളുകളെല്ലാം തന്നെ ഓടി മാറി. അതുകൊണ്ടാണ് അവർ രക്ഷപ്പെട്ടത്. വെള്ളു ആ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചു. ഇപ്പോൾ മൃതദേഹം മാനന്തവാടി മെഡിക്കൽ കോളേജിലെ മോർച്ചറിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. പരാതിയായ അമ്മിണിയാണ് ഇദ്ദേഹത്തിന്റെ ഭാര്യ.
വാസു, സുധീഷ്, സിന്ധു എന്നിവരാണ് മക്കൾ. എന്തായാലും അതിദാരുണമായ സംഭവമാണ് ഉണ്ടായത്. ഈ ഏതാണ്ട് ഒരാഴ്ച മുമ്പാണ് ഈ തൊട്ടടുത്ത ജില്ലയായ നീലഗിരിയിൽ കൂടല്ലൂരിൽ ഒരു ടൂറിസം കേന്ദ്രത്തിൽ മലയാളി യുവാക്കൾ സമാനമായ രീതിയിൽ തന്നെ തേനീച്ചയുടെ ആക്രമണത്തിന് വിധേയരാവുകയും കോഴിക്കോട് സ്വദേശിയായ ഒരു യുവാവ് മരിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. എന്തായാലും ഇതിനിടയിലാണ് വീണ്ടും വയനാട്ടിൽ ഇത്തരത്തിലൊരു സംഭവം കൂടി ഉണ്ടായിരിക്കുന്നത്. ഉന്മേഷ് തയ്യപ്പത്താണ് വയനാട്ടിൽ നിന്ന് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. എക്സൈസ് മന്ത്രി ഇപ്പോൾ മാധ്യമങ്ങളോട് സംസാരിക്കുന്നുണ്ട്. അദ്ദേഹം പറയുന്നത് രാസലഹരിയാണ് വലിയ വിപത്ത്. ദീർഘമായ ചർച്ചയ്ക്ക് ശേഷമാണ് പുതിയ മദ്യനയം സർക്കാർ അംഗീകരിച്ചത് എന്നിങ്ങനെയാണ്. ലഹരിക്കെതിരായ ബോധവൽക്കരണം കുട്ടികൾക്കിടയിൽ ശക്തമാക്കും. സ്കൂളിന് പുറമെ ട്യൂഷൻ സെന്ററുകളിലും ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ നടത്തുമെന്ന് മന്ത്രി എം.ബി. രാജേഷ് ഇപ്പോൾ വ്യക്തമാക്കുന്നുണ്ട്. തിരുവനന്തപുരം അമ്പലമുക്കിൽ അലങ്കാര ചെടിക്കടയിലെ ജീവനക്കാരി വിനീതയെ കുത്തിക്കൊലപ്പെടുത്തിയ കേസിൽ പ്രതി തമിഴ്നാട് സ്വദേശി രാജേന്ദ്രൻ കുറ്റക്കാരൻ. തിരുവനന്തപുരം സെഷൻസ് കോടതിയുടേതാണ് വിധി. രാജേന്ദ്രന് പരമാവധി ശിക്ഷ കിട്ടുമെന്നാണ് കരുതുന്നത് എന്ന് വിനീതയുടെ മാതാപിതാക്കൾ പ്രതികരിച്ചു. ദൃക്സാക്ഷികളില്ലാതിരുന്ന കേസിൽ കൊലപാതകത്തിന് മുൻപും ശേഷവുമുള്ള പ്രതിയുടെ സഞ്ചാരപാത വ്യക്തമാക്കുന്ന CCTV ദൃശ്യങ്ങളും മറ്റു ശാസ്ത്രീയ സാഹചര്യ തെളിവുകളുമായിരുന്നു പ്രോസിക്യൂഷൻ കോടതിയിൽ ഉയർത്തിയത്. പ്രോസിക്യൂഷന്റെ വാദം പൂർണ്ണമായും അംഗീകരിച്ചാണ് പ്രതി തോവാള സ്വദേശി രാജേന്ദ്രൻ കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തിയത്. പ്രതിയുടെ മുൻകാല ക്രിമിനൽ പശ്ചാത്തലവും മാനസികാവസ്ഥയും മനസ്സിലാക്കുന്നതിനു വേണ്ടിയാണ് കന്യാകുമാരി, തിരുവനന്തപുരം കളക്ടർമാരുടെ അടക്കമുള്ള 7 റിപ്പോർട്ടുകൾ കോടതി തേടിയത്. സൈക്കോളജിസ്റ്റ്, സൈക്കാട്രിസ്റ്റ്, കന്യാകുമാരി, തിരുവനന്തപുരം ജയിൽ സൂപ്രണ്ടുമാർ, തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർ, കന്യാകുമാരി ജില്ലാ പ്രൊബേഷണറി ഓഫീസർ എന്നിവരും 7 ദിവസത്തിനുള്ളിൽ റിപ്പോർട്ട് ഹാജരാക്കാനാണ് നിർദ്ദേശം. തമിഴ്നാട്ടിൽ കസ്റ്റംസ് ഓഫീസറെയും ഭാര്യയെയും കുട്ടിയെയും കൊലപ്പെടുത്തിയ കേസിൽ ജാമ്യത്തിലിറങ്ങിയ ശേഷമാണ് പ്രതി വിനീതയെ കൊലപ്പെടുത്തിയത്. കോടതിയിൽ പൂർണ്ണ വിശ്വാസമെന്ന് വിനീതയുടെ ബന്ധുക്കൾ. ഞാൻ ബഹുമാനപ്പെട്ട കോടതിയോടും എല്ലാവരോടും എനിക്കൊരു അപേക്ഷയുള്ളത്, അവന് തൂക്കുകയറ് തന്നെ കൊടുക്കണം. ആ കോടതിയോട് എനിക്കൊരു വിശ്വാസമുണ്ട്, അവന് തൂക്കുകയറ് തന്നെ കൊടുക്കണമെന്നുള്ളതാണ് എൻ്റെ വിശ്വാസവും ആത്മാർത്ഥമായിട്ട് ഞാൻ അപേക്ഷിക്കുന്നതും. പ്രതിക്കെതിരെ ചുമത്തിയ എല്ലാ കുറ്റങ്ങളും തെളിഞ്ഞെന്ന് പ്രോസിക്യൂട്ടർ എം സലാഹുദ്ദീൻ. എല്ലാ കുറ്റങ്ങളും തെളിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിൽ കേസ് അപൂർവങ്ങളിൽ അപൂർവമാണ്. ഈ കേസിനെ സംബന്ധിക്കുന്നൊരു വിഷയം, ഇതിൽ ദൃക്സാക്ഷികൾ ആരും തന്നെ ഇല്ലാതിരുന്നൊരു കേസാണ്. സാഹചര്യ തെളിവുകൾ മാത്രമേ ഉള്ളൂ. ഈ സാഹചര്യ തെളിവുകൾ എന്ന് പറയുമ്പോൾ തന്നെ ഈ സസ്പെക്റ്റിനെ സംബന്ധിച്ച് അന്വേഷണ ഉദ്യോഗസ്ഥന്മാരുടെ മുമ്പിൽ ഉണ്ടായിരുന്നത് കുറേ CCTV വിഷ്വൽസ് മാത്രമാണ്. 2022 ഫെബ്രുവരി 6-നാണ് അലങ്കാര ചെടിക്കടയിലെ ജീവനക്കാരിയായിരുന്ന വിനീതയെ രാജേന്ദ്രൻ കഴുത്തിന് പിന്നിൽ കുത്തിക്കൊലപ്പെടുത്തിയത്. നായരപ്പവന്റെ മാലയ്ക്ക് വേണ്ടിയായിരുന്നു കൊലപാതകം. സമ്പൂർണ്ണ ലോക്ക്ഡൌൺ സമയത്ത് നടന്ന കൊലപാതകത്തിന്റെ അന്വേഷണത്തിൽ പോലീസ് വലിയ വെല്ലുവിളികൾ നേരിട്ടിരുന്നു. 24 തിരുവനന്തപുരം. ആലപ്പുഴ ചേർത്തലയിൽ യുവതിയെ കൊലപ്പെടുത്തിയ ഭർത്താവ് അറസ്റ്റിൽ. ചേർത്തല കടക്കരപ്പള്ളി സ്വദേശി ഹരിദാസ് പണിക്കരെയാണ് പട്ടണക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തത്. വഴക്കിനിടെ ഭാര്യ സുമിയെ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയതെന്നാണ് സൂചന. YS അഭിനന്ദുണ്ട് ആലപ്പുഴയിൽ നിന്ന് വിവരങ്ങളുമായി. അഭിനന്ദ്, എന്തൊക്കെ വിവരങ്ങളാണ് പോലീസ് നൽകുന്നത്? ഉന്മേഷ്, ഇന്നലെ പുലർച്ചെ 1:15 സുമിയെ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തുന്നത്. ആദ്യഘട്ടത്തിൽ ഭർത്താവ് ഹരിദാസ് പണിക്കർ അയൽവാസിയോട് വിളിച്ചിട്ട് എഴുന്നേൽക്കുന്നില്ല എന്നാണ് പറഞ്ഞത്. അയൽവാസി സംഭവ സ്ഥലത്ത് എത്തിയപ്പോഴാണ് ബോധരഹിതയായി സോഫയിൽ കാണുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയത്. പിന്നീട് ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും സുമി മരിക്കുകയായിരുന്നു. പിന്നീട് സംശയത്തെ തുടർന്ന് അയൽവാസി തന്നെയാണ് പട്ടണക്കാട് പോലീസിൽ വിവരമറിയിക്കുന്നത്. പട്ടണക്കാട് പോലീസ് സംശയത്തെ തുടർന്ന് വിശദമായി ചോദ്യം ചെയ്യലിന് ഭർത്താവിനെ വിധേയമാക്കിയതിനു ശേഷമാണ് പിന്നീട് താൻ കൊലപ്പെടുത്തിയെന്നുള്ള കാര്യം ഭർത്താവ് ഹരിദാസ് പണിക്കർ പോലീസിനോട് സമ്മതിക്കുകയും ചെയ്യുന്നത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ അങ്ങനെ തന്നെയാണ് കണ്ടെത്തിയത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ശ്വാസം മുട്ടി മരിച്ചു എന്ന നിലയിലേക്ക് തന്നെയായിരുന്നു റിപ്പോർട്ടിലുമുള്ളത്. ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിലാണ് ഭർത്താവ് തന്നെയാണ് കൊലപ്പെടുത്തിയെന്ന്. രണ്ടാമത്തെ ഭാര്യയാണ് ഹരിദാസ് പണിക്കരുടെ. ഇവർ മാനസിക പ്രശ്നങ്ങളെ തുടർന്ന് മരുന്ന് കഴിക്കുന്ന ഒരാൾ കൂടിയായിരുന്നു. അപ്പം അത്തരത്തിലേക്ക് ഇന്നലെയാണ് ഇത്തരത്തിലേക്ക് പുലർച്ചെ 1:15 മരിച്ച നിലയിൽ കണ്ടെത്തിയത്. എന്തായാലും പട്ടണക്കാട് പോലീസ് വിശദമായ ചോദ്യം ചെയ്യലാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനുശേഷം സമഗ്രമായ റിപ്പോർട്ട് കോടതിയിൽ കൈമാറും. അതിനുശേഷം മജിസ്ട്രേറ്റ് കോടതിയിൽ ഉടൻ തന്നെ ഹാജരാക്കി റിമാൻഡ് ചെയ്യാനാണ് ഇപ്പോൾ പട്ടണക്കാട് പോലീസിന്റെ തീരുമാനം. ഉന്മേഷ്, YS അഭിനന്ദാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. ഇപ്പോൾ 2 വാർത്തകൾ വരുന്നുണ്ട്. അതിലൊന്ന്, തിരുവനന്തപുരത്ത് സിനിമാ പ്രവർത്തകരിൽ നിന്ന് കഞ്ചാവ് പിടിച്ചു എന്നുള്ള വാർത്തയാണ്. തമിഴ്നാട് സ്വദേശികളായ സ്റ്റണ്ട് ആർട്ടിസ്റ്റുകളിൽ നിന്നാണ് കഞ്ചാവ് പിടിച്ചത്. തിരുവനന്തപുരത്ത് ചിത്രീകരണം പുരോഗമിക്കുന്ന സിനിമയിൽ ഇവർ പ്രവർത്തിച്ച് വരികയായിരുന്നു. അതിനിടയിലാണ് തൈക്കാടുള്ള ഇവർ താമസിച്ചിരുന്ന ഹോട്ടലിൽ നിന്ന് കഞ്ചാവ് പിടിച്ചതെന്ന് ഷഫീദ് അറിയിക്കുന്നുണ്ട്. മറ്റൊരു വാർത്ത, സുരേഷ് ഗോപിക്കെതിരെ K. മുരളീധരൻ എന്നതാണ്. സുരേഷ് ഗോപി രാഷ്ട്രീയക്കാരനായാലേ നല്ല ജനപ്രതിനിധിയാകാൻ കഴിയൂ എന്നാണ് അദ്ദേഹത്തിന്റെ അടുത്ത കാലത്തെ പ്രതികരണങ്ങൾ ചൂണ്ടിക്കാട്ടിയപ്പോൾ K. മുരളീധരൻ പറയുന്നത്. ലഹരിക്കും അക്രമത്തിനുമെതിരെ 24 ചീഫ് എഡിറ്റർ R. ശ്രീകണ്ഠൻ നായർ നടത്തുന്ന കേരള യാത്രയുടെ പര്യടനം മലപ്പുറം ജില്ലയിൽ തുടരുകയാണ്.
VPS Lakeshore presents SKN40, presented by VPS Lakeshore, co-presented by Lulu Group India, Ujala Fabric Conditioner, co-powered by MyG Future, Xylem Learning App, Indian Institute of Commerce, Lakshya, Leela Ravis. Celebrating partners, Joya Lucas, Jain Deemed to be University, Kochi, Crown Plaza, Kochi, VKC Dibon, Swayamvara Silks, NIMS, a unit of NI Educational Trust, MGM Group of Educational Institutions, Medimix, Rich Max Finvest, Region Care, Benny's Royal Tours Private Limited, Pyramid Agro Multi-State Cooperative Society Limited, G-Tech Computer Education, Milma, New Rajasthan Marbles. ലഹരിക്കും അക്രമത്തിനുമെതിരെ 24 ചീഫ് എഡിറ്റർ ആർ ശ്രീകണ്ഠൻ നായർ നയിക്കുന്ന കേരള യാത്രയ്ക്ക് മലപ്പുറം ജില്ലയിൽ പ്രൗഢോജ്ജല തുടക്കം. അങ്ങാടിപ്പുറം തിരുമാന്താംകുന്ന് ക്ഷേത്രത്തിന് മുന്നിൽ വെച്ച് പാണക്കാട് മുനവറലി ശിഹാബ് തങ്ങളും ക്ഷേത്ര ഭാരവാഹികളും ചേർന്ന് ജില്ലാ പര്യടനത്തിന് തുടക്കം കുറിച്ചു. പെരിന്തൽമണ്ണയിലും മക്കരപ്പറമ്പിലുമായി നൂറുകണക്കിന് ആളുകൾ ഐക്യദാർഢ്യവുമായി അണിനിരന്നു. ഉത്സവകാലമാണ് അങ്ങാടിപ്പുറത്തിന്. ആ പൂരനിറവിലേക്ക് 24ന്റെ സാരഥി കൂടിയെത്തിയപ്പോൾ ആവേശം. ലഹരിയെ അടിച്ചമർത്താൻ നാടിന്റെ ഒത്തൊരുമ കരുത്തായി കൂടെയുണ്ടെന്ന് മുനവറലി ശിഹാബ് തങ്ങളും ക്ഷേത്ര ഭാരവാഹികളും. ഇത് വലിയ ആപത്ത് സാമൂഹ്യ വിപത്തായി കാണുകയാണ്. നമ്മുടെ എത്രയോ കുടുംബങ്ങൾ കൃത്യമായി നേരിടുക എന്നുള്ളതാണ്. അത് സാമൂഹികമായിട്ടും അത് താങ്കൾ ഏറ്റെടുത്തതിൽ വലിയ സന്തോഷമുണ്ട്. താങ്കളുടെ ഈ നല്ല ഉദ്ദേശത്തിന് ഞങ്ങളുടെ എല്ലാ സപ്പോർട്ടും പിന്തുണയും. വളരെ സന്തോഷം. താങ്ക് യു. നമ്മളൊന്നും അറിയാതെ നമ്മുടെ ഇടയിലേക്ക് കയറി വരുന്ന ഒരു വിപത്താണ്. അതെ വീട്ടിനകത്ത് കയറി കഴിഞ്ഞു. ഏത് തരത്തിൽ ഏത് ആയുധം ഉപയോഗിച്ചിട്ടും അതിനെ എതിർക്കേണ്ട ഒരു സമയമാണ്. പിന്നീട് പെരിന്തൽമണ്ണ വാക്വേയിൽ വിവിധ കൂട്ടായ്മകളുടെ രാസലഹരിയുടെ കണ്ണി പൊട്ടിക്കാമെന്ന പ്രഖ്യാപനം. സന്തോഷം. ഞങ്ങളും ലഹരിക്കെതിരെ വ്യാപകമായിട്ടുള്ള പ്രചാരണം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഈ വിപത്തിനെ ഇവിടുന്ന് കേരളത്തിൽ നിന്ന് തുടച്ചു നീക്കുക വേണം. ഇതിലെന്ന് വെച്ചാൽ നമ്മള് അമ്മമാര് ഭയപ്പെട്ടിട്ട് കാര്യമില്ല. എന്തുകൊണ്ടൊരു കുട്ടി അതിലോട്ട് പോയി എന്ന് കണ്ടിട്ട് അതിനാണ് നമ്മൾ ഇതാക്കേണ്ടത്. കാരണം ഈ തലമുറ ചീത്തയാണ്, പേടിച്ചിട്ട് കാര്യമില്ല. പക്ഷെ അവരെ നമ്മൾ സ്നേഹം കൊണ്ടാണ് ട്രീറ്റ് ചെയ്യേണ്ടത്. അതിനവരെ ആദ്യം അവരെ ക്ഷമയോടെ കേട്ട് അവർക്ക് വേണ്ട ഇത് കൊടുക്കണം. നെഹ്റു സ്റ്റേഡിയത്തിൽ വെച്ച് വ്യാപാരി വ്യവസായി ഏകോപന സമിതിയും എക്സൈസ് ഇൻസ്പെക്ടറും ഉൾപ്പെടെ SKN40യുടെ ഭാഗമായി. പിടിക്കാങ്കി പിടിച്ചോ. എല്ലാരും നോക്കി നിന്നോണം. പിടിക്കാങ്കി പിടിച്ചോ. ഓക്കെ, റെഡി. കിട്ടുന്ന കേസുകളെ സംബന്ധിച്ച് നമ്മളത് തുടരന്വേഷണം നടത്തി അതിന്റെ ഉറവിടത്തിൽ തന്നെയാണ് നമ്മൾ എല്ലാ കേസുകളും എടുക്കുന്നത്. എല്ലാവരും ഇപ്പൊ നമ്മളിപ്പോ സമൂഹം ഏറ്റെടുക്കുന്ന ഒരു സ്ഥിതിയിലേക്കാണ്, തിരിച്ചറിയുന്ന സ്ഥിതിയാണ്. തീർച്ചയായും നമുക്ക് 12 മണിയോടെ മക്കരപ്പറമ്പിലെ കുടുംബശ്രീ ഫെസ്റ്റിലേക്ക് ഒരു നാടൊന്നാകെ ഹൃദയം കൊണ്ട് ഐക്യപ്പെട്ട് അണിചേർന്നു. യാത്ര തുടരുകയാണ്. ആദ്യമായിട്ടായിരിക്കും ലോകത്തോരെ എടുത്തു പൊക്കിക്കൊണ്ടൊരു ബ്രേക്ക് പറയാൻ പോകുന്നു. ടീം 24 മലപ്പുറം. മുനമ്പം ഭൂമിയുടെ സ്വഭാവം പരിശോധിക്കാൻ വഖഫ് ട്രൈബ്യൂണൽ. ഭൂമി വഖഫാണോ ദാനമാണോ എന്ന് പുതുതായി പരിശോധിക്കും. പറവൂർ സബ് കോടതിയും ഹൈക്കോടതിയും ഭൂമിയുടെ കൈവച്ച അവകാശത്തിൽ മാത്രമാണ് തീരുമാനമെടുത്തത് എന്നും ട്രൈബ്യൂണൽ വ്യക്തമാക്കുന്നു. സമീർ സി മുഹമ്മദ് കോഴിക്കോട് നിന്ന് വിശദാംശങ്ങളുമായി. സമീർ, എന്താണ് ട്രൈബ്യൂണലിന്റെ തീരുമാനം? ഉന്മേഷ്, വളരെ സുപ്രധാനമായ ഒരു നിലപാടാണ് ട്രിബ്യൂണലിൻ്റെ ഭാഗത്തുനിന്ന് വന്നിരിക്കുന്നത്. ഭൂമിയുടെ അവകാശം, കൈവശാവകാശവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇതുവരെയും
പറവൂർ സബ് കോടതിയും അതുപോലെ തന്നെ ഹൈക്കോടതിയും പരിഗണിച്ചിട്ടുള്ളത്. എന്നാൽ അതിൻ്റെ സ്വഭാവം എന്ത് എന്ന് ഇതുവരെ പരിശോധിച്ചിട്ടില്ല. അത്തരമൊരു സാഹചര്യത്തിലാണ് ട്രിബ്യൂണൽ ഈ ഭൂമിയുടെ സ്വഭാവം എന്ത് എന്ന് പരിശോധിക്കുന്നത്. അത്തരമൊരു തീരുമാനത്തിലേക്കാണ് ഇന്ന് എത്തിയിരിക്കുന്നത്. ഭൂമി അത് വഖഫായി ലഭിച്ചതാണോ അതല്ല ദാനമായി ലഭിച്ചതാണോ എന്നുള്ള കാര്യമാണ് പ്രധാനമായും പരിശോധിക്കുക. അതുമായി ബന്ധപ്പെട്ട് 1950 മുതൽ ലഭ്യമായിട്ടുള്ള രേഖകൾ, പ്രധാനമായും രജിസ്റ്റർ അതുപോലെ തന്നെ ആധാരം ഉൾപ്പെടെയുള്ള രേഖകൾ പരിശോധിക്കും. 1950 സിദ്ദിഖ് സേട്ട് ഈ 404 ഏക്കർ ഭൂമി ഇത്തരത്തിൽ നൽകുന്നത്. അതിനുശേഷം 1972 അതുപോലെ 91, 92 കാലങ്ങളിലും 1954 കാലങ്ങളിലൊക്കെ അത് ക്രയവിക്രയം നടന്നിട്ടുണ്ട്. അത്തരത്തിലുള്ള മുഴുവൻ രേഖകളും പരിശോധിച്ചുകൊണ്ടായിരിക്കും ഇനി അത് ഭൂമി അത് ദാനം ചെയ്തതാണോ അതല്ല വഖഫാണോ എന്ന കാര്യം പരിശോധിക്കുക. ഇതുമായി ബന്ധപ്പെട്ടുള്ള വാദങ്ങൾ തുടരുകയാണ്. നാളെ പ്രധാനമായും ട്രിബ്യൂണൽ പരിശോധിക്കുന്നത് വഖഫ് ബോർഡിൻ്റെ 2019 ഉത്തരവാണ്. ആ ഉത്തരവിലാണ് അവിടെ ഉണ്ടായിരുന്ന ഭൂമി അത് വഖഫ് ബോർഡിൻ്റെതാണ് എന്ന് കണ്ടെത്തിക്കൊണ്ട് അത്തരം ഒരു ഉത്തരവിടുകയും അതുപോലെ തന്നെ റവന്യൂ വകുപ്പിനോട് അവിടെ നികുതി പിരിക്കുന്നത് തടഞ്ഞുകൊണ്ടുള്ള ഉത്തരവും ഉണ്ടായിരുന്നു. അത്തരം ഒരു പശ്ചാത്തലം എന്താണ്, അതുമായി ബന്ധപ്പെട്ട രേഖകൾ എന്തൊക്കെയാണെന്നുള്ള തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളായിരിക്കും നാളെ പരിശോധിക്കുക. ഉന്മേഷ്. സമീർ സി മുഹമ്മദാണ് കോഴിക്കോട് നിന്ന് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. കൊച്ചിയിൽ ജാർഖണ്ഡ് സ്വദേശികളായ ദമ്പതികൾ ഉപേക്ഷിച്ച കുഞ്ഞ് ഇനി കേരളത്തിന്റെ നിധി. എറണാകുളം ജനറൽ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിഞ്ഞിരുന്ന കുഞ്ഞിനെ CWC ഏറ്റെടുത്തു. ആരോഗ്യത്തോടെയാണ് കുഞ്ഞ് ആശുപത്രിയിൽ നിന്ന് മടങ്ങിയത്. ഏഴാം മാസത്തിൽ ജനനം, മാതാപിതാക്കൾ ഉപേക്ഷിച്ചു. എന്നാൽ ഒരുപാട് അമ്മമാരുടെ പരിചരണത്തിൽ അവൾ വളർന്നു. ഒടുവിൽ കേരളത്തിന്റെ നിധിയായി മാറി. കുഞ്ഞിനെ കൊണ്ടുപോകുമ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര വിഷമായിരിക്കും. കാരണം പൊടി കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ ഞങ്ങളുടെ കയ്യിൽ കൊണ്ടുവന്നതാണ്. നമ്മളെന്നല്ല, ഈ ഞങ്ങളുടെ NIS ടീമിൽ തന്നെ എല്ലാ സ്റ്റാഫുകളും ഒരുമിച്ച് ഓരോ ഷിഫ്റ്റിനും ആദ്യം ആ കൊച്ചിന്റെ കാര്യം അന്വേഷിച്ചിട്ടാണ് നമ്മൾ ഓവറിലേക്ക് പോകുന്നത്. 950 ഗ്രാം തൂക്കമാണ് ആദ്യമുണ്ടായത്. 1.5 മാസത്തിനിപ്പുറം 2.5 കിലോയിലേക്ക് എത്തി പൂർണ്ണ ആരോഗ്യവതിയായാണ് ആശുപത്രിയിൽ നിന്നുള്ള നിധിയുടെ മടക്കം. വന്നപ്പോൾ ഒരു 950 ഗ്രാമിൽ വന്ന ബേബി ഇപ്പോൾ 2.5 kg വെയിറ്റിൽ ആയിട്ടുണ്ട്. എറണാകുളത്തെ CWC കേന്ദ്രത്തിലാകും കുട്ടിയെ പാർപ്പിക്കുക. എല്ലാ മാസവും ആരോഗ്യസ്ഥിതി പരിശോധിക്കും. കുട്ടിയുടെ മാതാപിതാക്കളെ ബന്ധപ്പെടാനുള്ള ശ്രമവും നടക്കുന്നുണ്ട്. അവർ വന്നാൽ പോലും അവര് കപ്പാസിറ്റഡ് ആണോ? കാരണം പേരൻസ് അവര് ഉപേക്ഷിച്ച് പോയ സ്ഥിതിക്ക് വെദർ ദേ ആർ കപ്പാസിറ്റേറ്റഡ്, കുട്ടിയെ നോക്കാൻ കേപ്പബിൾ ആണോ എന്ന് നോക്കും. അല്ലെങ്കിൽ CWC തന്നെ അതിനെ സംരക്ഷിക്കുന്നതാണ്. കോട്ടയം ഫിഷ് ഫാമിൽ ജോലി ചെയ്തിരുന്ന ജാർഖണ്ഡ് സ്വദേശികളായ മംഗളേശ്വർ രഞ്ജിത ദമ്പതികളുടെ കുഞ്ഞാണ്. 28 ആഴ്ച മാത്രം പ്രായമുണ്ടായിരുന്ന കുഞ്ഞിനെ വിദഗ്ധ ചികിത്സക്കായി ലൂർദ് ആശുപത്രിയിലേക്ക് മാറ്റിയതിന് പിന്നാലെയാണ് മംഗളേശ്വരും രജിതയും തിരികെ ജാർഖണ്ഡിലേക്ക് കടന്നു കളഞ്ഞത്. പിന്നീട് ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു. തുടർന്നാണ് കുഞ്ഞിനെ ഏറ്റെടുക്കാനുള്ള തീരുമാനത്തിലേക്ക് സർക്കാർ എത്തിയത്. VS രാഹുലിനൊപ്പം വിഷ്ണു സുരേഷ്, 24. കണ്ണൂർ ഉളിക്കലിൽ കേസിൽപ്പെട്ട് സീൽ ചെയ്ത കടയ്ക്കുള്ളിൽ കുടുങ്ങിയ അങ്ങാടിക്കുരുവിക്ക് മോചനം. കടയുടെ ഷട്ടറിനും ചില്ലുവാതിലിനും ഇടയിൽ കുടുങ്ങിയ കുരുവിയാണ് 2 ദിവസത്തിന് ശേഷം വിശാലമായ ലോകത്തേക്ക് പറന്നത്. മാധ്യമ വാർത്തകളെ തുടർന്ന് ജില്ലാ കളക്ടർ ഇടപെട്ടതിന് പിന്നാലെയാണ് അടച്ചിട്ട കട തുറന്നത്. ഒരുപക്ഷെ ഇങ്ങനെയൊരു സംഭവം ആദ്യമായിരിക്കാം. നിയമക്കുരുക്കിന്റെ തടവറയിൽ 2 ദിവസമാണ് അങ്ങാടിക്കുരുവിക്ക് കഴിയേണ്ടി വന്നത്. കുരുവിയുടെ കരച്ചിൽ കേട്ട് ചുറ്റും കൂടിയവരും നിസ്സഹായരായിരുന്നു. നിയമതടസ്സം പറഞ്ഞ് ഫയർഫോഴ്സ് പോലും പിൻവാങ്ങിയതാണ്. ഒടുവിൽ കണ്ണൂർ ജില്ലാ കളക്ടർ തന്നെ ഇടപെട്ടു. ഹൈക്കോടതി ഉത്തരവിനെ തുടർന്ന് സീൽ ചെയ്ത കട തുറന്നു. കുരുവി വിശാലതയിലേക്ക് പറന്നു. ഒരുപക്ഷെ തീറ്റ തേടി വന്നതായിരിക്കാം. സ്വതന്ത്ര വിഹാരത്തിനിടെ കുടുങ്ങിയതുമാവാം. എന്തായാലും 2 ദിവസം നാട്ടുകാർ നൽകിയ തീറ്റയും വെള്ളവും മാത്രമായിരുന്നു കുരുവിക്ക് ആശ്രയം. 24 കണ്ണൂർ. പകരം തീരുവ പ്രഖ്യാപനത്തിൽ മലക്കം മറിഞ്ഞ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇന്ത്യയടക്കമുള്ള 60 രാജ്യങ്ങൾക്ക് മേൽ തീരുവ ചുമത്തിയ നടപടി 90 ദിവസത്തേക്ക് മരവിപ്പിച്ചു. എന്നാൽ ചൈനയോട് വിട്ടുവീഴ്ച ഇല്ല എന്ന് പ്രഖ്യാപിച്ച് 125% അധിക തീരുവയാണ് ട്രംപ് ഭരണകൂടം ചുമത്തിയത്. അതേസമയം അമേരിക്കയ്ക്കെതിരെ ചൈന ലോക വ്യാപാര സംഘടനയെ സമീപിച്ചു. ആഗോള വിപണിയിലുണ്ടായ തകർച്ചയ്ക്ക് പിന്നാലെയാണ് ഡൊണാൾഡ് ട്രംപ് തീരുവ പ്രഖ്യാപനം മരവിപ്പിച്ചത്. അതുവരെ 10% മാത്രമാകും തീരുവ. എന്നാൽ വ്യാപാര യുദ്ധത്തിൽ ചൈനയോട് മാത്രം വിട്ടുവീഴ്ച ചെയ്യാൻ ട്രംപ് തയ്യാറായില്ല. 125% അധിക തീരുവയാണ് അമേരിക്ക ചൈനീസ് ഉൽപ്പന്നങ്ങൾക്ക് മേൽ പ്രഖ്യാപിച്ചത്. ലോകവിപണിയോട് ചൈന ബഹുമാനക്കുറവ് കാണിച്ചെന്ന് ചൂണ്ടിക്കാട്ടിയാണ് അമേരിക്കയുടെ നീക്കം.
തൊട്ടുപിന്നാലെ യുഎസ് ഉൽപ്പന്നങ്ങൾക്ക് മേൽ 84% തീരുവ ചുമത്തി ചൈന തിരിച്ചടിച്ചു. വ്യാപാര യുദ്ധത്തിൽ ട്രംപിനോട് കീഴടങ്ങില്ലെന്ന് ചൈന ആവർത്തിച്ചു. മൂന്നാം തവണയാണ് അമേരിക്ക ചൈനയ്ക്കെതിരെ അധിക തീരുവ ചുമത്തുന്നത്. അമേരിക്കയ്ക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് ചൈന ലോക വ്യാപാര സംഘടനയെ സമീപിച്ചു. അമേരിക്കയുടേത് പ്രകോപനപരമായ നടപടിയാണെന്ന് ചൈന കുറ്റപ്പെടുത്തി. പ്രകോപനങ്ങളെ ചൈന ഭയക്കുന്നില്ലെന്നും വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി. മാവോ സേ തുങ്ങിന്റെ വീഡിയോ പങ്കുവച്ചായിരുന്നു വിദേശകാര്യമന്ത്രിയുടെ പ്രതികരണം. തീരുവ പ്രഖ്യാപനത്തിൽ 75 രാജ്യങ്ങൾ ചർച്ചയ്ക്ക് തയ്യാറായെന്ന് ട്രംപ് വ്യക്തമാക്കി. പ്രതികാര ചുങ്കം ഏർപ്പെടുത്തുന്ന രാജ്യങ്ങളെ ട്രംപ് പരിഹസിച്ചു. ഒത്തുതീർപ്പിനെത്താൻ രാജ്യങ്ങൾ കൊഞ്ചുന്നുവെന്ന് ട്രംപ് പറഞ്ഞു. തീരുവ മരവിപ്പിച്ചതിനെ യൂറോപ്യൻ യൂണിയൻ സ്വാഗതം ചെയ്തു. അമേരിക്കയുടെ വ്യാപാര യുദ്ധത്തെ ചെറുക്കണമെന്ന് ന്യൂസിലൻഡ് പ്രധാനമന്ത്രി ആഹ്വാനം ചെയ്തു. തീരുവ മരവിപ്പിച്ചതിന് പിന്നാലെ അമേരിക്കൻ ഏഷ്യൻ വിപണികളിൽ ഉണർവുണ്ടായി. ഇന്റർനാഷണൽ ഡെസ്ക് 24. കോട്ടയം ഗാന്ധിനഗർ ഗവൺമെന്റ് നഴ്സിംഗ് കോളേജിലെ റാഗിംഗ് കേസിൽ പ്രതികളായ വിദ്യാർത്ഥികൾക്ക് ജാമ്യം. കോട്ടയം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ് 5 പ്രതികൾക്ക് ജാമ്യം നൽകിയത്. കുറ്റം ആവർത്തിക്കരുത് എന്നും ഇരകളായവരെ കാണരുത് എന്നുമുള്ള കർശന ഉപാധികളോടെയാണ് ജാമ്യം. കേരള മനസാക്ഷിയെ ഞെട്ടിച്ച റാഗിംഗ് കേസിൽ 2 മാസത്തിന് ശേഷമാണ് പ്രതികളായ സാമുവൽ, ജീവ, റിജിൽജിത്ത്, രാഹുൽ രാജ്, വിവേക് എന്നിവർക്ക് കോടതി ജാമ്യം അനുവദിച്ചത്. അന്വേഷണം പൂർത്തിയാക്കി ഗാന്ധിനഗർ പോലീസ് കുറ്റപത്രം കഴിഞ്ഞ മാസം സമർപ്പിച്ചിരുന്നു. ഇതിന് പിന്നാലെ പ്രതികളായ വിദ്യാർത്ഥികൾ വീണ്ടും ജാമ്യാപേക്ഷ നൽകി. ഈ ജാമ്യാപേക്ഷ പരിഗണിച്ചാണ് കോട്ടയം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി പ്രതികൾക്ക് ജാമ്യം അനുവദിച്ചത്. കർശന ഉപാധികളും കോടതി മുന്നോട്ട് വെച്ചിട്ടുണ്ട്. സമാനമായ കുറ്റം ആവർത്തിക്കരുതെന്നും ഇരകളായ വിദ്യാർത്ഥികളെ കാണരുതെന്നും പ്രധാന ഉപാധികളാണ്. പ്രതികളുടെ പ്രായവും മറ്റു കുറ്റകൃത്യങ്ങളിൽ ഉൾപ്പെട്ടിട്ടില്ല എന്നതും കോടതി കണക്കിലെടുത്തു. കോടതി ആവശ്യപ്പെടുമ്പോൾ ഹാജരാകണമെന്നും നിർദ്ദേശിച്ചിട്ടുണ്ട്. അറസ്റ്റിലായതിനു പിന്നാലെ ജാമ്യാപേക്ഷ നൽകിയെങ്കിലും സമൂഹത്തിൽ തെറ്റായ സന്ദേശം നൽകുമെന്ന് പറഞ്ഞ് ആ അപേക്ഷകൾ കോടതി തള്ളിയിരുന്നു. 3 മാസം നീണ്ടുനിന്ന കൊടിയ പീഡനമാണ് കോട്ടയം ഗാന്ധിനഗർ ഗവൺമെന്റ് നഴ്സിംഗ് കോളേജിൽ നടന്നത്. 1ാം വർഷ വിദ്യാർത്ഥികളിൽ 6 പേർക്ക് പീഡനം അനുഭവിക്കേണ്ടി വന്നു. കട്ടിലിൽ കെട്ടിയിട്ട് കോമ്പസ് കൊണ്ട് കുത്തി പരിക്കേൽപ്പിക്കുകയും ജനനേന്ദ്രിയത്തിൽ ഡംബലുകൾ എടുത്തുവെച്ചുമായിരുന്നു പീഡനം. ജാമ്യം നൽകിയത് സ്വാഭാവിക നടപടിയാണെങ്കിലും ഇത്തരം കുറ്റകൃത്യങ്ങൾ ആവർത്തിക്കരുതെന്ന കർശന നിർദ്ദേശം കോടതി മുന്നോട്ട് വച്ചിട്ടുണ്ട്. കുറ്റപത്രം വായിച്ചു കേൾപ്പിക്കുന്നതടക്കമുള്ള വിചാരണ നടപടികളിലേക്ക് ഉടൻ തന്നെ കോടതി കടക്കുകയും ചെയ്യും. കോട്ടയത്ത് നിന്ന് അരുൺ നീണ്ടൂരിനൊപ്പം ടോബി ജോൺസൺ, 24. മുഖ്യമന്ത്രിയുടെ ഇടപെടലിന് പിന്നാലെ എൻ പ്രശാന്ത് IASന്റെ ഹിയറിംഗ് അടുത്ത ബുധനാഴ്ച വൈകിട്ട് 4:30. ഹിയറിംഗിന് ഓഡിയോ വിഷ്വൽ റെക്കോർഡിംഗും ലൈവ് സ്ട്രീമിംഗും ഏർപ്പെടുത്തും. തന്റെ ആവശ്യപ്രകാരമാണ് ഇത് എന്നാണ് എൻ പ്രശാന്ത് IASന്റെ പ്രതികരണം. വകുപ്പ് തല നടപടികളിൽ IAS ഉദ്യോഗസ്ഥരുടെ പഴിചാരൽ തുടരുന്നതിനിടെയാണ് എൻ പ്രശാന്തിനെ ഹിയറിംഗിന് വിളിച്ചത്. ഈ മാസം 16-ന് 4:30 ചീഫ് സെക്രട്ടറിക്ക് മുൻപാകെ ഹാജരാകാനാണ് നിർദ്ദേശം. തന്റെ പരാതികൾ നേരിട്ട് കേൾക്കണമെന്നാവശ്യപ്പെട്ട് ഫെബ്രുവരി 10-ന് പ്രശാന്ത് ചീഫ് സെക്രട്ടറിക്ക് കത്ത് നൽകിയിരുന്നു. വിഷയത്തിൽ മുഖ്യമന്ത്രി കൂടി ഇടപെട്ടതോടെ ഏപ്രിൽ 4-ന് ഹിയറിംഗ് നിശ്ചയിച്ച് നോട്ടീസ് നൽകി. അതിനിടെ സുതാര്യത ഉറപ്പുവരുത്താൻ ഹിയറിംഗിന് ഓഡിയോ വീഡിയോ റെക്കോർഡിംഗും സ്ട്രീമിംഗും വേണമെന്ന് പ്രശാന്ത് ആവശ്യപ്പെട്ടു. ഹിയറിംഗ് നോട്ടീസ് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്താണ് ആവശ്യമുന്നയിച്ചത്. അതേസമയം പരാതിയിലെ ഹിയറിംഗിൽ ഒരു വിഭാഗം IASകാർക്കിടയിൽ അതൃപ്തിയുണ്ട്. കാരണം കാണിക്കൽ നോട്ടീസിന് ചീഫ് സെക്രട്ടറിയോട് തിരികെ ചോദ്യങ്ങൾ ചോദിച്ചയാളെ ഹിയറിംഗിന് വിളിച്ചതിലാണ് അതൃപ്തി. 24 തിരുവനന്തപുരം. പാതിവില തട്ടിപ്പ് കേസിൽ കോൺഗ്രസ് നേതാവ് ലാലി വിൻസെന്റിന്റെ മൊഴി രേഖപ്പെടുത്തി ക്രൈംബ്രാഞ്ച്. അനന്തു കൃഷ്ണനിൽ നിന്ന് 46 ലക്ഷം രൂപ കൈപ്പറ്റിയതിന്റെ രേഖകളെക്കുറിച്ചാണ് ക്രൈംബ്രാഞ്ച് ചോദിച്ചറിഞ്ഞത്. കേസിൽ ഡീൻ കുര്യാക്കോസ് MP, CPIM ഇടുക്കി ജില്ലാ സെക്രട്ടറി CV വർഗീസ്, BJP നേതാവ് AN രാധാകൃഷ്ണൻ എന്നിവരുടെ മൊഴിയെടുക്കാനാണ് തീരുമാനം. അനന്തു കൃഷ്ണനിൽ നിന്ന് 46 ലക്ഷം കൈപ്പറ്റിയ കേസിലാണ് കോൺഗ്രസ് നേതാവ് ലാലി വിൻസെന്റിനെ ക്രൈംബ്രാഞ്ച് പ്രത്യേക സംഘം ചോദ്യം ചെയ്തത്. വക്കീൽ ഫീസായി ലഭിച്ച തുകയെന്നാണ് ലാലി വിൻസെന്റ് ക്രൈംബ്രാഞ്ചിന് നൽകിയ മൊഴി. എന്നാൽ തട്ടിപ്പിൽ കോൺഗ്രസ് നേതാവിന് നേരിട്ട് പങ്കുണ്ടോ എന്ന അന്വേഷണത്തിലാണ് ക്രൈംബ്രാഞ്ച് സംഘം. ഇവരെ വീണ്ടും ചോദ്യം ചെയ്യും. ഡീൻ കുര്യാക്കോസ് MP, CPIM ഇടുക്കി ജില്ലാ സെക്രട്ടറി CV വർഗീസ് എന്നിവരുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് അനന്തു കൃഷ്ണൻ കൈമാറിയ പണത്തിന്റെ വിവരങ്ങളാണ് ചോദിച്ചറിയുക. എനിക്ക് നോട്ട് ചെയ്ത് കിട്ടിയിട്ടില്ല. നിങ്ങൾ പറയുമ്പോൾ ഇപ്പോൾ രാവിലെ പറയുമ്പോഴാണ് അറിഞ്ഞിട്ടുള്ളത്. എന്നെ സംബന്ധിച്ച് എനിക്കതുമായി ബന്ധപ്പെട്ട യാതൊരു അറിവില്ല. സംഭവത്തിനകത്ത് എനിക്ക് 25 ലക്ഷം തന്ന് തങ്കമണി ബാങ്കിലിട്ടെന്നാണല്ലോ പറഞ്ഞത്. അത് നിങ്ങൾ പോയി അന്വേഷണം നടത്തി. എല്ലാ അന്വേഷണവും നിങ്ങൾ നടത്തിയതാണല്ലോ. ഇനിയിപ്പോൾ അതിനകത്ത് എന്തെങ്കിലും വന്നാൽ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ നോട്ടീസ് കിട്ടിയാൽ ആ കിട്ടുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ എന്തെങ്കിലും നിലപാട് ശരിയാത്രേ. അനന്തു പോലീസിന് നൽകിയ മൊഴിയുടെയും ബാങ്ക് രേഖകളുടെയും വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് മൊഴിയെടുക്കുക. അനന്തുവിന് 42 കോടിയോളം രൂപ കൈമാറിയ സയൻസ് സൊസൈറ്റി ചെയർമാൻ BJP നേതാവ് AN രാധാകൃഷ്ണന്റെയും മൊഴിയെടുക്കും.
ഇന്നലെ ഹൈക്കോടതി ജാമ്യം നിഷേധിച്ച ആനന്ദകുമാറിനെ ചോദ്യം ചെയ്യാനുള്ള നടപടിയിലേക്കും ക്രൈംബ്രാഞ്ച് സംഘം ഉടൻ കടക്കും. ആരോഗ്യസ്ഥിതി മോശമായതിനാൽ കസ്റ്റഡിയിൽ വാങ്ങുന്നതിനു പകരം ജയിലിലെത്തി ചോദ്യം ചെയ്യാനാണ് നീക്കം. 24 കൊച്ചി. തിരുവനന്തപുരത്ത് സിനിമാ പ്രവർത്തകരിൽ നിന്ന് കഞ്ചാവ് പിടികൂടി. തമിഴ്നാട് സ്വദേശികളായ 2 സ്റ്റണ്ട് ആർട്ടിസ്റ്റുകളിൽ നിന്നാണ് കഞ്ചാവ് പിടിച്ചത്. തിരുവനന്തപുരത്ത് ചിത്രീകരണം പുരോഗമിക്കുന്ന മലയാള സിനിമയിൽ ഇവർ പ്രവർത്തിച്ചു വരികയായിരുന്നു. ഷഫീദ് റാവുത്തറുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. ഷഫീദ്, എന്തൊക്കെയാണ് വിവരങ്ങൾ? ഉന്മേഷ്, അല്പസമയം മുൻപ് സംസ്ഥാന സ്റ്റേറ്റ് എക്സൈസ് എൻഫോഴ്സ്മെന്റ് സ്ക്വാഡിന് ലഭിച്ച രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് സിനിമാ പ്രവർത്തകരിൽ നിന്ന് കഞ്ചാവ് പിടിച്ചെടുത്തത്. അതായത് തിരുവനന്തപുരത്ത് ചിത്രീകരണം പുരോഗമിക്കുന്ന ഒരു മലയാള സിനിമ, ആ മലയാള സിനിമയിൽ പ്രവർത്തിച്ചു വരികയായിരുന്ന 2 സ്റ്റണ്ട് ആർട്ടിസ്റ്റുകൾ, ഇവരിൽ നിന്നാണ് കഞ്ചാവ് പിടിച്ചത്. ഇവർ താമസിച്ചിരുന്ന തൈക്കാടുള്ള ഹോട്ടലിൽ, അതായത് സിനിമാ പ്രവർത്തകരുടെ ക്രൂ മുഴുവൻ താമസിക്കുന്ന ഹോട്ടലാണത്. ആ ഹോട്ടലിൽ പരിശോധന നടത്തി. ആ പരിശോധന നടത്തിയപ്പോഴാണ് ഡിക്ഷണറി എന്നെഴുതിയ പുസ്തക രൂപത്തിലുള്ള ഒരു പ്രത്യേക പെട്ടി, ആ പ്രത്യേക പെട്ടി ഇതിനായി സജ്ജീകരിച്ചത് തന്നെ ആകാം എന്നുള്ളതാണ് ഇപ്പോൾ എക്സൈസ് ഉദ്യോഗസ്ഥർ സംശയിക്കുന്നത്. ആ പെട്ടിയിൽ നിന്നാണ് നിലവിൽ ഇപ്പോൾ ഈ കഞ്ചാവ് പിടിച്ചെടുത്തിട്ടുള്ളത്. ഇതിന്റെ എത്ര തൂക്കമുണ്ടെന്നടക്കമുള്ള കാര്യങ്ങൾ ഇപ്പോൾ എക്സൈസ് പരിശോധിച്ച് വരികയാണ്. മാത്രവുമല്ല, ഇവരിൽ നിന്ന് ഈ സംസ്ഥാനത്തെ സിനിമാ പ്രവർത്തകരെ കേന്ദ്രീകരിച്ച ലഹരി വിൽപ്പനയും അതേപോലെ ഉപയോഗവും നടത്തുന്ന ആളുകളെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ നടത്തുമോ എന്നുള്ളതും കണ്ടെത്താൻ കഴിയുമോ എന്നുള്ളതും എക്സൈസ് ഉദ്യോഗസ്ഥർ പരിശോധിച്ച് വരികയാണ്. ഉന്മേഷ്. ഷഫീദ് റാവുത്തറാണ് വിവരങ്ങൾ നൽകിയത്. IPL ഇന്ന് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു ഡൽഹി ക്യാപിറ്റൽ സൂപ്പർ പോരാട്ടം. രാത്രി 7:30 ബംഗളൂരു ചിന്നസ്വാമി സ്റ്റേഡിയത്തിലാണ് മത്സരം. പോയിന്റ് പട്ടികയിൽ 1ാം സ്ഥാനത്തിന് വേണ്ടിയുള്ള മത്സരം കൂടിയാണിത്. സത്യത്തിൽ ഇത്തവണത്തെ IPL എന്തൊക്കെയാ സംഭവിക്കുന്നത്? ഡൽഹി ക്യാപിറ്റൽസ് അപരാജിതരായി കുതിക്കുന്നു. വർഷങ്ങൾക്ക് ശേഷം റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു ചെന്നൈയെയും മുംബൈയെയും അവരുടെ മടയിൽ പോയി തോൽപ്പിക്കുന്നു. ഇനി 17 കൊല്ലം കളിച്ചിട്ടും ഒറ്റ കപ്പ് പോലുമില്ലാത്തവരെന്ന നാണക്കേട് മാറ്റാൻ ബംഗളൂരുവിനാണോ അതോ ഡൽഹിക്കാണോ സാധിക്കുക എന്നതുകൂടിയാണ് കണ്ടറിയാനുള്ളത്. നിലവിലെ ചാമ്പ്യന്മാരായ കൊൽക്കത്തയെ തോൽപ്പിച്ചു തുടങ്ങിയ RCB 17 കൊല്ലത്തിന് ശേഷം ചെപ്പോക്ക് സ്റ്റേഡിയത്തിൽ ചെന്നൈയെയും 10 കൊല്ലത്തിന് ശേഷം വാങ്കഡയിൽ മുംബൈയെയും വീഴ്ത്തി. നിർണായക സമയത്ത് നനഞ്ഞ പടക്കങ്ങളാകുന്ന പവർ ഹിറ്റർമാരും ചെണ്ടകളെന്ന ചീത്തപ്പേരുള്ള ബൗളർമാരുമാണ് എല്ലാ കാലത്തും RCBയുടെ ശാപം. എന്നാൽ ആദ്യ 4 കളികളിലെ ടീമിന്റെ പ്രകടനം അതിനൊരു അപവാദമാണ്. ഇനി ഹോം ഗ്രൗണ്ടിലെ മോശം പ്രകടനത്തിന്റെ റെക്കോർഡ് കൂടി രജത് പാട്ടീദാറിനും സംഘത്തിനും മറികടക്കണം. സീസണിൽ RCB തോറ്റ ഏക മത്സരം ചിന്നസ്വാമിയിലായിരുന്നു. സീസണിൽ എല്ലാ മത്സരങ്ങളും ജയിച്ച ഒറ്റ ടീമെന്ന തലപ്പൊക്കമുണ്ട് ഡൽഹി ക്യാപിറ്റൽസിന്. KL രാഹുൽ നേതൃത്വം നൽകുന്ന ബാറ്റിംഗ് നിരയും മിച്ചൽ സ്റ്റാർക്കിന്റെ നേതൃത്വത്തിലുള്ള തീപ്പൊരി ബൗളിംഗ് യൂണിറ്റുമാണ് ഡൽഹിയുടെ കുതിപ്പിന് പിന്നിൽ. അക്സർ പട്ടേലിന്റെ ക്യാപ്റ്റൻസിക്കും കൈയടിക്കാതെ വയ്യ. നേർക്കുനേർ കണക്കുകളിൽ RCBക്കാണ് മുൻതൂക്കം. 31 മത്സരങ്ങളിൽ 19 ജയം. 11 മത്സരങ്ങളിൽ ഡൽഹി ജയിച്ചപ്പോൾ ഒരു മത്സരത്തിൽ റിസൾട്ട് ഉണ്ടായില്ല. സ്പോർട്സ് ഡെസ്ക് 24. ഇനി ഇന്നത്തെ സ്വർണ്ണവിലയിലേക്ക്. ഇന്നത്തെ സ്വർണ്ണനിരക്ക് സമർപ്പിക്കുന്നത് സ്പർശ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ഡിജിറ്റലാകൂ ഇനി സ്പർശയോടൊപ്പം. സ്വർണ്ണത്തിൽ സ്നേഹത്തിൽ സ്പർശ.